ലീഗ് കൂടെ നിൽക്കുമോ, ഇതൊക്കെ ചോദിച്ചത്. ആദ്യം ഇത് പോയി പറഞ്ഞത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. മറിച്ചൊരു വാക്കു പറഞ്ഞില്ല, നടത്താൻ പറഞ്ഞു. ആ കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ രണ്ടാമത് സംസാരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന ഏറ്റവും വലിയ നേതാവ്. കാരണം ഈ പണം കൊണ്ടൊന്നും പോരാ. തീർച്ചയായിട്ടും ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഒരാളെ വിളിക്കുന്നതും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിക്കുന്നതും രണ്ടാണ്. ഞങ്ങൾക്കൊപ്പം ഇരുന്നിട്ട് പലർക്കും ഫോൺ ചെയ്ത് ഇതിന് സഹായം വാങ്ങി തന്നു. ഈ പരിപാടികൾ നിരീക്ഷിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുപോലും അദ്ദേഹം അതിനൊന്നും ഇളക്കം വരൂലല്ലോ, ആളുകളുടെ മേലിൽ വീഴൂലല്ലോ, ശ്രദ്ധിക്കണം, ഗസ്റ്റുകളെ നന്നായി നോക്കണം എന്ന രീതിയിൽ പോലും ഇടക്കിടക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ നല്ല സപ്പോർട്ട് അദ്ദേഹം. അത് വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം സമദാനിയും മുനീർ സാഹിബും അവർ നൽകിയ പിന്തുണ, അവരൊക്കെ പിന്നെ അതുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവരുടെ പിന്തുണ വളരെ ചെറുതല്ല. ഏറ്റവും സന്തോഷകരം, പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളായിരുന്നു ഇതിന്റെ ചെയർമാൻ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ചെയർമാൻ. അദ്ദേഹത്തോടൊപ്പം ഇരുന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഫുൾ ഡിസൈൻ ചെയ്തത്. ഒരുപാട് പേരെ പറയേണ്ടതുണ്ട്. ഇതിന്റെ ഡയറക്ടർ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുണ്ട്. ഇതിന്റെ ക്യൂറേറ്റർമാരായി പ്രവർത്തിച്ച എഴുത്തുകാരൻ നമ്മുടെ മുക്താർ ഉദരംപുഴയിലുണ്ട്. അതുപോലെ തന്നെ മുഹസിൻ ബുക്കാഫെ ഉണ്ട്. പ്രസാധക രംഗത്ത് ശ്രദ്ധേയനാണ്. ഈ വഴിയിൽ നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്, ഭാവനാ സമ്പന്നനാണ്. ഇവരുടെ ഒക്കെ പിന്തുണ ഉണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ലീഡർഷിപ്പ് കൊടുത്തത്. അടിപൊളി. മാത്രമല്ല, ഇപ്പൊ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ തുടർച്ച ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, തുടർച്ച വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്.